വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എത്തോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. എത്തോളജി is the scientific study of animal behavior in their natural surrounding. അനിമൽ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എത്തോളജി എന്ന് പറയുന്നത്. ഇറ്റ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ആൻ ഓർഗാനിസം ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ വേ ബേസ്ഡ് ഓൺ റീസൺസ് ലൈക്ക് എൻവയോൺമെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് എവല്യൂഷൻ. അതായത് എന്തുകൊണ്ടാണ് ഒരു ഓർഗാനിസം ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എത്തോളജി എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ എത്തോളജി. അപ്പോൾ എത്തോളജിയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ് ദറ്റ് മേക്ക് അനിമൽ ബിഹേവിയർ ഇൻ എ സർട്ടൺ വേ. അതായത് ഓരോ അനിമൽസും എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ അവരുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ട്, അതായത് ഒരു ഇൻറ്റേർണൽ ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഡ്രൈവ് ഈസ് ആൻ ഇന്നർ എനർജി ഓർ ടെൻഷൻ ഇൻ ആൻ അനിമൽ. ദിസ് കംസ് ഫ്രം എ നീഡ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പം നമ്മൾ പഠിക്കുന്നു, ഇപ്പം നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യണം, അത് നമ്മളുടെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ എനർജി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്നർ എനർജി ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്നർ എനർജി ഓർ ടെൻഷൻ ഇൻ ആൻ അനിമൽ. ദിസ് കം ഫ്രം എ നീഡ്. നമുക്ക് ഒരു ആവശ്യം നിറവേറ്റാനുണ്ട്. ഇപ്പം നമുക്ക് വിശക്കുന്നു, തേഴ്സ്റ്റ്, റീപ്രൊഡക്ഷൻ, സേഫ്റ്റി, ഇതൊക്കെ ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ പുഷ് ദാറ്റ് ലെഡ്സ് ടു എ ബിഹേവിയർ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പഠിക്കാനുള്ള കാരണം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഡ്രൈവ് ഉണ്ട്, ആ ഒരു ഇന്റേണൽ ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഹൗ മോട്ടിവേഷൻ വർക്ക്. എ നീഡ് അറൈസസ്. എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴാണ്, നമ്മൾ എന്തെങ്കിലും നീഡ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ദിസ് ക്രിയേറ്റ് ആൻ അൺകംഫർട്ടബിൾ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ദ അനിമൽ ഓർ പേഴ്സൺ സെറ്റ് എ ഗോൾസ് ടു റിമൂവ് ഡിസ്കംഫർട്ട്. അപ്പോൾ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ സ്റ്റേറ്റ് വരും. അന്നേരം അനിമൽ ചെയ്യും? അനിമലായാലും പേഴ്സൺ ആയാലും ആ ഒരു ഡിസ്കംഫർട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും. അത് ഇന്ന ടൈം കൊണ്ട്, ഇത്ര ഡേയ്സ് കൊണ്ട് ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കണം. അനിമൽ ഓർ പേഴ്സൺ ഷോ സർട്ടൺ ബിഹേവിയർ ടു റീച്ച് ദ ഗോൾ. അപ്പോൾ അത് അത്രയും പോർഷൻസ് തീർക്കണമെങ്കിൽ നമ്മൾ ഇത്ര ടൈം വെച്ച് പഠിക്കണം, ഓർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ സർ, അപ്പോൾ ആ ഒരു ഗോൾ ചെയ്യാനായിട്ട് നമ്മൾ ചില ബിഹേവിയേഴ്സ് കാണിക്കും. വൺസ് ദ ഗോൾ ഈസ് അച്ചീവ് ദ ടെൻഷൻ എൻഡ്. അതായത് നമുക്കിപ്പോൾ ആ ഒരു എക്സാം കഴിയണ വരെ ഭയങ്കര ഉള്ളിൽ നല്ല ടെൻഷനും ഉണ്ടാവും. നമ്മളെന്നാലും ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഒരു ടൈം പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ സപ്പോസ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ടെൻഷൻ കഴിഞ്ഞു, നമുക്ക് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അല്ലേ? ഇനി ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസ് ആർ ദ റീസൺ ബിഹൈൻഡ് അവർ ബിഹേവിയർ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് നന്നായിട്ടിരുന്ന് പഠിക്കണം തോന്നുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം, എന്നാലല്ലേ നമുക്കത് പക്കയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഇന്നേറ്റ് മോട്ടീവ്സ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ മോട്ടീവ്സ്. ഇന്നേറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇൻബോൺ അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രൈവ് ആണ്. സൈക്കോളജിക്കൽ മോട്ടീവ് എന്ന് പറയുന്നത് മൈൻഡ് റിലേറ്റഡ് ഡ്രൈവ് ആണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഇന്നേറ്റ് മോട്ടീവ്സ് ഉണ്ട്. ഇന്നേറ്റ് മോട്ടീവ് എന്ന് പറയുമ്പോൾ ഇൻബോൺ ആയിരിക്കുള്ളൂ. സൈക്കോളജിക്കൽ മോട്ടീവ് എന്ന് പറയുന്നത് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നേറ്റ് മോട്ടീവ് നോക്കാം. ബേസിക് നാച്ചുറൽ യൂണിവേഴ്സൽ ഡ്രൈവ് എസെൻഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് ബേസ്ഡ് ഓൺ ബയോളജി. ഇത് നമുക്ക് പ്രസന്റ് ഫ്രം ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതാണ് ഇന്നേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ആളുകൾക്കും കോമൺ ടു ഓൾ മെമ്പർ ഓഫ് എ സ്പീഷീസ്. ഹെൽപ്പ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ബാലൻസ്. ഒരു ഫിസിയോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിനെ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയും. കാരണം ബിക്കോസ് ദേ ആർ മോസ്റ്റ് ഫണ്ടമെന്റൽ. അതായത് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് ഡ്രൈവ്, സ്ലീപ്പ്, പെയിൻ അവോയ്ഡ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ റെഗുലേഷൻ, ബ്രീത്തിങ്, ഇതൊക്കെയാണ് പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്നേറ്റ് മോട്ടീവ്സുകളാണ്. ഇനി സൈക്കോളജിക്കൽ മോട്ടീവ് എന്ന് പറയുന്നത് ഇത് ലേൺഡ് മോട്ടീവ്സ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മോട്ടീവ്സെന്നോ അല്ലെങ്കിൽ സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മെൻ്റൽ ഗ്രോത്ത്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ സൈക്കോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മെൻ്റൽ ഗ്രോത്തിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ എക്സ്പീരിയൻസ്, ലേണിംഗ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ നമ്മളുടെ സൈക്കോളജിക്കൽ മോട്ടീവ്സ് ഷേപ്പ് ചെയ്യുന്നത് കുറേ അനുഭവങ്ങളിലൂടെയാണ്. ലേൺ ചെയ്യുമ്പോഴും സോഷ്യൽ ഇൻട്രാക്ഷൻ, കൾച്ചറൊക്കെയാണ്. അതായത് ഡിസയർ ടു സക്സീഡ്സ്. അപ്പോൾ ഈ പറയുന്ന സൈക്കോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജയിക്കണം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സക്സസ് ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ വിഷ് ടു കംപ്ലീറ്റ് ചാലഞ്ചിങ് ടാസ്ക്. എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ടാസ്ക് വരുമ്പോൾ അതെന്തായാലും എങ്ങനെ വന്നാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്.
aspiration to reach higher standards, need for social relationship, belonging to a group, need for love, recognition and acceptance. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ആരെങ്കിലും വേണം, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പിൽ എല്ലാവർക്കും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് അവരെ നമ്മൾ ആഗ്രഹം ഇഷ്ടപ്പെടില്ല, എപ്പോഴും നമുക്കൊരു കൂട്ടുണ്ടായിരിക്കണം അല്ലേ, നമുക്കൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് വേണം. ഇതൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നേറ്റ് മോട്ടീവ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് സർവൈവൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, ഉറങ്ങണം, എന്തെങ്കിലും പെയിൻ വേദന വരുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം, ടെമ്പറേച്ചർ റെഗുലേഷൻ, ബ്രീത്തിങ്, ഇതൊക്കെ ഇന്നേറ്റ് മോട്ടീവ്സ് ആണ്. സൈക്കോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത് അത് എന്തായിട്ട് റിലേറ്റ്, അതിനെ നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മോട്ടീവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി മോട്ടീവ്സ് അല്ലെങ്കിൽ ലേൺഡ് മോട്ടീവ്സ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മളുടെ മെൻ്റൽ ഗ്രോത്തിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് മോട്ടിവേഷണൽ കോൺഫ്ലിക്റ്റ്. വെൻ ടു ഓപ്പോസിറ്റ് മോട്ടീവ്സ് ഒക്കർ അറ്റ് ദ സെയിം ടൈം ഇൻ എ പേഴ്സൺ, ഇറ്റ് ക്രിയേറ്റ് മെൻ്റൽ ഡിഫിക്കൽറ്റി ഇൻ ഡിസൈഡിങ് വിച്ച് വൺ ടു ചൂസ്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് മോട്ടീവ്സുകൾ വരുമ്പോൾ, ഒരേ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് മോട്ടീവ്സുകൾ വരുമ്പോൾ അത് നമുക്ക് ഇതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു ഡിഫിക്കൽറ്റി വരും ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ദിസ് സിറ്റുവേഷൻ കോസസ് മെൻ്റൽ സ്ട്രഗിൾ, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഡിഫിക്കൽട്ട് ആൻഡ് ക്രിയേറ്റ് സ്ട്രെസ്. അന്നേരമാണ് നമുക്ക് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഡിഫിക്കൽറ്റീസ് വരുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഡിസിഷൻ മേക്കിംഗ് ഡിഫിക്കൽട്ട് ആയിക്കുള്ളൂ, സ്ട്രെസ്സുകൾ ക്രിയേറ്റ് ചെയ്യും, നമുക്ക് ടെൻഷൻസും സ്ട്രെസ്സൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇനി ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ നോളജ്, സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്, പ്രാക്ടീസ് ഓർ ഒബ്സർവേഷൻ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് അറ്റ് ബർത്ത്, ഇറ്റ് ഡെവലപ്പ് ഫ്രം എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ നോളജ്, സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. നമുക്കതൊരു എക്സ്പീരിയൻസ് വഴിയോ അല്ലെങ്കിൽ പ്രാക്ടീസ് വഴിയോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതല്ല, നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ വഴിയാണ് ലേൺ ചെയ്യുന്നത്. പലതരത്തിലുള്ള ലേണിംഗ് ഉണ്ട്, ടൈപ്സ് ഓഫ് ലേണിംഗ്. ഫസ്റ്റ് വൺ, സെലക്റ്റീവ് ലേണിംഗ്. പേയിങ് അറ്റൻഷൻ ഓൺലി ടു യൂസ്ഫുൾ ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ഇഗ്നോറിങ് ദ റെസ്റ്റ്. അതായത് സെലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, എപ്പോഴും നമുക്ക് പണ്ടൊടുങ്ങിയ നമ്മളുടെ ടീച്ചേഴ്സ്മാരൊക്കെ പറയും ആവശ്യമുള്ളത് മാത്രം ചെവിക്കൂടെ കേൾക്കുക, ആവശ്യമില്ലാത്തതൊക്കെ അപ്പം തന്നെ കളയുക എന്ന് പറയില്ലേ, അതാണ് സെലക്റ്റീവ് ലേണിംഗ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് കളയാം. ഓക്കെ, ഇഗ്നോർ ചെയ്ത് കളയുക. ഇപ്പോൾ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് ലിസൺസ് ഓൺലി ടു ദ ടീച്ചർ ഇൻ എ നോയ്സി ക്ലാസ് റൂം. ഇപ്പോൾ സപ്പോസ് ഒരു ക്ലാസ് റൂമിൽ ഭയങ്കര സൗണ്ട്, ഭയങ്കര ബഹളമുള്ള ഒരു ക്ലാസ് റൂം, പക്ഷെ എന്നാലും കുട്ടി എന്താ ചെയ്യുന്നത്, വേറെ എക്സ്ട്രാ നോയ്സസ് ഒന്നും കേൾക്കണില്ല, ആകെ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത് അത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് സെലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. എ പ്ലെയർ ഇൻ എ ഗെയിം ഫോക്കസ് ഓൺലി ഓൺ ഹൈൻസ് ദാറ്റ് ഹെൽപ്പ് ടു റീച്ച് ദ ഗോൾ. അതായത് ഒരു ഗെയിം ആകുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലെയർ എന്താ ചെയ്യുന്നത്, അതിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, കാരണം അത് കോൺസെൻട്രേറ്റ് ചെയ്താലേ കറക്റ്റ് ആ ഗോളിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് സെലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. എ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ട്രൈയിങ് ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്. അതായത് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പല ബിഹേവിയർ നമ്മൾ ചെയ്യും, അതാണ് ട്രയൽ ആൻഡ് എറർ. ഓക്കെ, റോങ് അറ്റംപ്റ്റ്സ് ആർ റിജക്റ്റഡ് ആൻഡ് കറക്റ്റ് റെസ്പോൺസ് ഈസ് റിപ്പീറ്റഡ്. നമ്മൾ റോങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച രീതി തെറ്റാണെങ്കിൽ നമ്മൾ പിന്നെ ആ രീതിയിൽ പഠിക്കാതെ പുതിയൊരു രീതി കണ്ടെത്തും. ഓക്കെ, അങ്ങനെ കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നത് മാത്രമേ നമ്മൾ ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഇത് പ്രപ്പോസ് ചെയ്തത് എഡ്വേർഡ് എൽ തോണ്ടൈക്ക് ആണ്. അതിന് തോണ്ടൈക്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ആ ഒരു ക്യാറ്റിൻ്റെ എക്സ്പെരിമെൻ്റ് പസിൽ ബോസിൽ. അതായത് എ ഹംഗ്രി ക്യാറ്റ് ഇൻസൈഡ് എ പസിൽ ബോസ് ആക്സിഡൻ്റലി പ്രസ്ഡ് എ ലിവർ, ഗോട്ട് ഫുഡ് ആൻഡ് ദെൻ ലേൺ ടു റിപ്പീറ്റ് ദ കറക്റ്റ് ആക്ഷൻ. അതായത് തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ്, ഒരു വിശന്നിരിക്കുന്ന ഒരു പൂച്ചനെ ഒരു പസിൽ ബോക്സിൽ ഇട്ട് വെക്കും. അപ്പോൾ അറിയാതെ ഒരു ലിവറിൽ തട്ടുമ്പോൾ അതിന് ഫുഡ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ എപ്പോഴും ചെയ്ത് പിന്നെ കറക്റ്റ് അങ്ങനെ അറിയാൻ പറ്റി. അതായത് കുറേ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞു, ലാസ്റ്റ് പിന്നെ അതിന് കറക്റ്റ് അറിയാം, ആ ലിവറിൽ തട്ടിയാലാണ് ഫുഡ് വേഗം കിട്ടാന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ അത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ കറക്റ്റ് ആ ലിവറിൽ പോയി തട്ടുമ്പോൾ അതിന് ഫുഡ് കിട്ടും. സോ ഇതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത് എഡ്വേർഡ് എൽ തോണ്ടൈക്ക് പ്രപ്പോസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ലേണിംഗ് ആണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കോൺസിക്വൻസ് ഉണ്ടാവാറുണ്ട്. ഇഫ് എ ബിഹേവിയർ പ്രൊഡ്യൂസ് എ ഗുഡ് റിസൾട്ട് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തൊരു കാര്യം കൊണ്ട് നമുക്കൊരു ഗുണം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസൾട്ടാണ് കിട്ടിയെങ്കിൽ അത് നമ്മൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ് എ ബാഡ് റിസൾട്ട് ഇറ്റ് ഈസ് അവോയ്ഡഡ്. അതായത് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തെറ്റായിട്ടുള്ളൊരു ഇതാണ് കിട്ടിയെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് എന്തായാലും അവോയ്ഡ് ചെയ്യും. അതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ബൈ തോണ്ടേക്ക് ആൻഡ് ലേറ്റർ expanded by B.F. Skinner. ഓക്കെ, അതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നറിൻ്റെ രീതിയിലാണ് പറയുന്നത്, സ്കിന്നറിൻ്റെയാണ്. ഓക്കെ, ഇനി കോൺസിക്വൻസസ് ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ്, അതായത് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആഡിങ് സംതിങ് പ്ലസന്റ് ടു എൻകറേജ് ബിഹേവിയർ. പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമുക്ക് മിഠായി തരാമെന്ന് പറയും, അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്. ആഡിങ് സംതിങ് പ്ലസന്റ് ടു എൻകറേജ് ബിഹേവിയർ. ഒരു ബിഹേവിയർ ആ ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യിക്കാനായിട്ട് എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നു. എ ചൈൽഡ് ക്ലീൻസ് ദ റൂം ആൻഡ് ദ മദർ ഗീവ് സീഡ്സ്. അതായത് റൂം നീറ്റാക്കി ഇട്ടാൽ അമ്മ മിഠായി തരുന്നു, ഓക്കെ, എന്തെങ്കിലും സീഡ്സ് തരുന്നു. അത് ഒരു പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ആണ്. ഇനി നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് സംതിങ് അൺപ്ലസന്റ് ടു എൻകറേജ് ബിഹേവിയർ. അതായത് നീ മര്യാദക്ക് ഹോംവർക്ക് ചെയ്താലേ നിന്റെ ഈ പേന ഞാൻ തരുള്ളൂ, മനസ്സിലായോ? അങ്ങനെ അല്ലെങ്കിൽ നീ മര്യാദക്ക് ഇത് ചെയ്താൽ നിനക്കിന്ന് ഹോംവർക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇതൊക്കെയാണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്. റിമൂവിങ് സംതിങ് അൺപ്ലസന്റ് ടു എൻകറേജ് ബിഹേവിയർ. എ ചൈൽഡ് ഫിനിഷസ് ഹോംവർക്ക് സോ പാരന്റ്സ് സ്റ്റോപ്പ് സ്കോൾഡിങ്. അതായത് മര്യാദക്ക് ആ ഒരു ഹോംവർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്താണ് പാരന്റ്സ് എന്ത് ചെയ്തു, സ്കോൾഡ് ചെയ്യുന്നത് നിർത്തിക്കളഞ്ഞു. പിന്നെ പിണങ്ങേണ്ട ആവശ്യമില്ല, കാരണം കുട്ടി ഹോംവർക്ക് ചെയ്തല്ലോ. അതാണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റിമൂവിങ് സംതിങ് അൺപ്ലസന്റ് ടു എൻകറേജ് ബിഹേവിയർ. അതായത് കുട്ടീനെ വഴക്കുറേ ഇരുന്നപ്പോൾ കുട്ടി കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തു, അതാണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് പണിഷ്മെന്റ് നോക്കാം. ആഡിങ് സംതിങ് അൺപ്ലസന്റ് ടു ഡിസ്കറേജ് ബിഹേവിയർ. എ സ്റ്റുഡന്റ് മേക്ക് നോയ്സ് ഇൻ ക്ലാസ് ആൻഡ് ദ ടീച്ചർ സ്കോൾഡ്. അതായത് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് സംതിങ് അൺപ്ലസന്റ് ടു ഡിസ്കറേജ് ബിഹേവിയർ. അതായത് ഒരു കാര്യം ചെയ്യുന്നത് തടയാൻ വേണ്ടി ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കുന്നു, അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എ സ്റ്റുഡന്റ് മേക്ക് നോയ്സ് ഇൻ ക്ലാസ് ആൻഡ് ദ ടീച്ചർ സ്കോൾ. കുട്ടി ഒച്ചെടുത്തപ്പോൾ ടീച്ചർ അതിനനുസരിച്ച് നല്ല ചീത്ത പറഞ്ഞു, അതാണ് എന്ത് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് എവേ സംതിങ് പ്ലസന്റ് ടു ഡിസ്കറേജ് ബിഹേവിയർ. എ ചൈൽഡ് ടെൽസ് ലൈസ് സോ പാരന്റ് ടേക്ക് എവേ ഹിസ് ഫേവറേറ്റ് ടോയ്. കുട്ടി നുണ പറയുമ്പോൾ എന്താ ചെയ്തത്, പാരൻസ് എന്ത് ചെയ്തു, ആ ഒരു കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടി എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ഇതൊരു നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. അതായത് എന്താണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുത്തിട്ട് കൊണ്ടുപോയി, കാരണം എന്നാലും മാത്രമേ കുട്ടി ആ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ, മനസ്സിലായി? അപ്പോൾ ആ ഒരു ബിഹേവിയർ ഡിസ്കറേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് പോയി, അതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. അപ്പോൾ എന്താണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരു ബിഹേവിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവർ തരും, അതാണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്. അത് നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് നമ്മൾ ആ ഒരു ജോബ് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് കിട്ടുന്നത്. നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോംവർക്ക് ചെയ്താൽ പാരന്റ്സ് എന്തായാലും സ്കോൾഡ് ചെയ്യൂല, അതാണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി ഒച്ചുണ്ടാക്കിയാൽ ടീച്ചർ എന്തായാലും അതിനേക്കാളും നല്ല രീതിയിൽ അതാണ് ചീത്ത പറയും, അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കുട്ടി ആ ഒരു കാര്യം ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്തിട്ട് പോകും, അതാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻസൈറ്റ് ലേണിംഗ്. എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് സഡൻലി അണ്ടർസ്റ്റാൻഡ് ത്രൂ മെന്റൽ ഇൻസൈറ്റ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ശരിക്കും ആ ഒരു പ്രോബ്ലം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പക്ക സൊല്യൂഷൻ അപ്പം തന്നെ കിട്ടും. ഇവിടെ ട്രയൽ ആൻഡ് എറർ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രയൽ ആൻഡ് എറർ ബിക്കോസ് ദ സൊല്യൂഷൻ അപ്പിയർ സഡൻലി നോട്ട് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ്. അതായത് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം പെട്ടെന്ന് ക്വിക്കലി ഐഡന്റിഫൈ ചെയ്തു, അതിൻ്റെ സൊല്യൂഷൻ ക്വിക്കലി നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ ഒന്നും
ഇതായിക്കോ ശരി എന്നൊക്കെ പറഞ്ഞ് കുറേ തവണ ചെയ്ത് നോക്കി അങ്ങനെയൊന്നുമില്ല. ഇവിടെ ട്രയൽ ആൻഡ് എറർ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ കിട്ടി, പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം ചെയ്യണം. ഓക്കെ, ഡിസ്കവേർഡ് ബൈ ജർമ്മൻ സൈക്കോളജിസ്റ്റ് വോൾഫ്ഗാങ് കോഹ്ലർ. അപ്പോൾ കോഹ്ലറിൻ്റെ ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചിമ്പാൻസിയിലാണ് പരീക്ഷിച്ചത്. എ ചിമ്പാൻസി സഡൻലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ക്യാൻ യൂസ് സ്റ്റിക്സ് ഓർ ബോക്സസ് ടു റീച്ച് എ ഫ്രൂട്ട് പ്ലേസ്ഡ് ഹൈ എബോവ്. അതായത് ഈ ഒരു ചിമ്പാൻസി ഒരു കൂട്ടിലിട്ടിട്ടുണ്ട്. ആ കൂട്ടിന്റെ പുറത്തിൽ ഇങ്ങനെ ഒരു പഴം എന്തോ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചിമ്പാൻസിക്ക് എന്താണ് ആ പഴം കഴിക്കാൻ പറ്റണം. അപ്പോൾ അത് ചിമ്പാൻസി എന്താ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇതിന് മനസ്സിലായി. അവിടെ ഒരു ബോക്സും അവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ ബോക്സിൽ കയറിയിരുന്ന് ആ സ്റ്റിക്ക് വെച്ച് തക്കിയപ്പോൾ തന്നെ ഈ പറയുന്ന പഴം അതിന് ആ ഒരു ബനാന അതിന് കഴിക്കാൻ പറ്റി. അതായത് ഇവിടെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അതിന് ക്വിക്കിലി ആ ഒരു ഇത് എങ്ങനെയാണ് ആ പഴത്തിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാന്ന് അതിന് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഓരോ പരീക്ഷണം അത് ചെയ്തൊന്നും നോക്കിയില്ല, അവിടെ ട്രയൽ ആൻഡ് എറർ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലാറ്റന്റ് ലേണിംഗ് വിത്തൗട്ട് എനി ഇമ്മീഡിയറ്റ് റിവാർഡ് ഓർ പണിഷ്മെന്റ്. ലാറ്റന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അതായത് നമ്മളെന്തോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമ്മളെ പോലും അത് ശ്രദ്ധിക്കാതെ നമ്മളുടെ മനസ്സിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ലാറ്റന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ നമുക്ക് അതിന് ഇമ്മീഡിയറ്റ് റിവാർഡ് അല്ലെങ്കിൽ അതിനൊരു പണിഷ്മെന്റ് കിട്ടുക അങ്ങനെയൊന്നുമല്ല. ദ നോളജ് റിമെയിൻ ഹൈഡൻ അണ്ടിൽ എ സിറ്റുവേഷൻ അറൈസ് വെർ ഇറ്റ് ഈസ് യൂസ്ഫുൾ. അതായത് നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും, അതായത് നമ്മൾ പോലും അറിയാതെ അത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കുള്ളൂ നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ലാറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഹാപ്പൻസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ അത് എന്നെങ്കിലും നമുക്കൊരു അവസരം വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കാം. മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എഡ്വേർഡ് ടോൾമാൻ. അതായത് റാറ്റ് മെയ്സ് എക്സ്പെരിമെന്റിൽ എഡ്വേർഡ് ടോൾമാൻ ആണ് ലാറ്റന്റ് ലേണിംഗിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? എ റാറ്റ് എക്സ്പ്ലോസ് എ മെയ്സ് വിത്തൗട്ട് റിവാർഡ് ബട്ട് ലേറ്റർ വെൻ ഫുഡ് ഈസ് കെപ്റ്റ് ഇറ്റ് ക്വിക്ലി ഫൈൻഡ് ദ പാത്ത് യൂസിംഗ് ദ സ്റ്റോർഡ് നോളജ്. അതായത് ഒരു എലീനെ ഇങ്ങനെ ഒരു മെയ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാറ്റ് ഇങ്ങനെ ആദ്യം ഇട്ട് വെക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് അതിന് കുറച്ച് ഫുഡ് കൊടുത്തപ്പോൾ ഇതിന് കറക്റ്റ് അറിയാൻ പറ്റി, അതായത് എവിടെയാണ് ആ ഫുഡ് വെച്ചേക്കണ ആ ഒരു പാത്ത്. കാരണം ഇതിന് ഓൾറെഡി ആ ഫുഡിലേക്ക് എത്താനായിട്ട് ഒരു പാടുണ്ടായിരുന്നില്ല. കാരണം അതിന് കുറേ നാൾ ആ ഒരു മെയ്സിൽ ഇട്ട് വെച്ചുകൊണ്ട് ഈ മെയ്സിന്റെ വഴികളൊക്കെ ഇതിന് അറിയാൻ പറ്റി. അതുകൊണ്ട് ആ ഫുഡിന്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് അതിന് വെറുതെ വേറെ സമയമൊന്നും എടുത്തില്ല, വേഗം തന്നെ എത്താൻ പറ്റി. മനസ്സിലായി? പക്ഷെ നമ്മളതിങ്ങനെ ഓടി നടക്കുമ്പോൾ ആ ഒരു റാറ്റ് വിചാരിക്കണില്ല ഇതിനെക്കുറിച്ച്, അതായത് ആ വഴികളൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ടെന്ന്. റാറ്റ് അത് അറിഞ്ഞിട്ട് പഠിക്കണമല്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തൊക്കെയോ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് അത് യൂസ്ഫുൾ ആയത്. അതാണ് ലാറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിങ്ങിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. വെൻ എ സ്റ്റിമുലസ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ഓർ ഡേഞ്ചർ ദ റെസ്പോൺസ് ഗ്രാജുവലി ഡിക്രീസസ്. അതായത് നമുക്ക് ഒരാളിപ്പോൾ കുറേ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു സ്റ്റിമുലസ് നമുക്കത് യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ നമുക്കതൊരു ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ നമുക്കതൊരു ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കുറയും. മനസ്സിലായോ? അതിനാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നോ റീഇൻഫോഴ്സ്മെന്റ് ഓർ പണിഷ്മെന്റ് ഈസ് നീഡഡ്. അതായത് ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഹെൽപ്പ് ഇൻ ഫിൽറ്ററിങ് അൺഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്നെയിൽ ഒരു ഒച്ച ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ കുറേ ഡിസ്റ്റർബൻസ് ചെയ്യും, നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അതിനെ കുലുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ജെർക്ക് ചെയ്യുമ്പോൾ ഈ സ്നെയിൽ ആദ്യം എന്താ അപകടം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിങ്ങനെ പതുങ്ങി അത് അങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്നെയിൽ പിന്നെയും നടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മളിങ്ങനെ ഇട്ട് കുലിക്കുന്നുണ്ട്. പക്ഷെ അതിന് മനസ്സിലായി ഇതിങ്ങനെ കുലിക്കാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയോ. പിന്നെ എത്ര കുലിക്കാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അതങ്ങനെ നടന്നു പോകും. മനസ്സിലായോ? അതാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. എ പേഴ്സൺ ലിവിങ് ഇൻ എ സിറ്റി ഫസ്റ്റ് നോട്ടീസ് ട്രാഫിക് നോയ്സ് ബട്ട് ലേറ്റർ ബിക്കം യൂസ്ഡ് ടു ഇറ്റ് ആൻഡ് ഇഗ്നോർ ദ സൗണ്ട്. ഓക്കെ, ഇപ്പോൾ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ട്രാഫിക് നോയ്സ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് അതൊന്നും ആ ഒരു സൗണ്ട് പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ആവും. അതാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്താണ് ഇംപ്രിൻറ്റിങ്, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് എ ക്രിട്ടിക്കൽ പീരീഡ് ഇൻ ഏർലി ലൈഫ്. അതായത് ഇതൊരു ഒരാളുടെ ലൈഫിലോ ഏർലി ലൈഫിലോ ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഇംപ്രിൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഭയങ്കര സ്ട്രോങ് ആയിരിക്കുള്ളൂ. ആ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുള്ളൂ. ഇത് ക്രിയേറ്റ് എ സ്ട്രോങ് യൂഷ്വലി പെർമനന്റ് ബോണ്ട് വിത്ത് മൂവിങ് ഒബ്ജക്റ്റ് ഓർ ഫിഗർ. ആ ഒരു ലേണിംഗ് നടന്നാൽ അവരായിട്ടൊരു പെർമനന്റ് ബോണ്ട് തന്നെ ഉണ്ടാക്കും. ഒക്കേഴ്സ് നാച്ചുറലി വിത്തൗട്ട് റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഒന്നുമില്ല, അത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കോൺറാഡ് ലോറൻസ് ആണ്. അതായത് ഈ നമ്മളുടെ ചിക്സിലാണ്, അതായത് ഗൂസ് ചിക്സിലാണ് എന്ത് ചെയ്തത്, കോൺറാഡ് ലോറൻസ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. അതായത് അതിന് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സം ചിക്സ് ഹാച്ച്ഡ് അണ്ടർ മദർ ഗൂസ് ഫോളോഡ് ദ മദർ. അതായത് ശരിക്കും സാധാരണ ഒരു അമ്മക്കോഴിയുണ്ട്, അമ്മക്കോഴിയിൽ നിന്ന് അമ്മക്കോഴിയുടെ മുട്ട വിരിഞ്ഞുണ്ടായ ചിക്സ് ഒക്കെ എന്ത് ചെയ്തു, ആ ഒരു മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ അമ്മയുടെ പുറകിലാണ്, അമ്മനെയാണ് കണ്ടത്. ആദ്യം അവർ കണ്ടത് അമ്മനെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് മനസ്സിലായി ഇതാണ് അവരുടെ അമ്മ എന്ന് മനസ്സിലായി. ആ ഒരു അമ്മക്കോഴിയുടെ പുറകിൽ കുഞ്ഞിക്കോഴികൾ പോകുന്നത്. അതാണ് ആ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റ്. പിന്നെ രണ്ടാമത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഈ ചിക്സിനെ എന്ത് ചെയ്തു, ഹാച്ച് ചെയ്തെടുത്തു. പക്ഷെ ഈ ഒരു മുട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ലോറൻസ്, അതായത് ഈ സയന്റിസ്റ്റാണ് കണ്ടത്. അപ്പോൾ ഈ കോഴികൾ വിചാരിക്കും എൻ്റെ അമ്മ ഈ ലോറൻസ് എന്ന് വെച്ച് ആളുടെ പുറകെ പോയി. മനസ്സിലായോ? അതാണ് അതായത് ആ കുറച്ച് സമയത്തേക്ക് അതൊരു സ്പെഷ്യൽ ടൈപ്പ് ലേണിംഗ് ആണ്. ആ ഒരു കുറച്ച് ടൈം, ആ ഒരു ക്രിട്ടിക്കൽ പീരീഡിന്റെ സമയത്ത് അവർ നടത്തിയൊരു ലേണിംഗ് ആണ്. പക്ഷെ അത് കുറച്ച് സമയമാണെങ്കിലും പോലും അത് സ്ട്രോങ് ആയിരിക്കുള്ളൂ. അവർക്കിടയിൽ ഒരു പെർമനന്റ് ബോണ്ട് ഉണ്ടാക്കും. മനസ്സിലായോ? പിന്നീട് ഇവരുടെ സ്വന്തം അമ്മക്കോഴിനെ എടുത്ത് കാണിച്ചാൽ പോലും അവർ മൈൻഡ് ചെയ്യില്ല. കാരണം അവരുടെ മനസ്സിൽ ഓൾറെഡി അത് മനസ്സിലാക്കി ഇന്ന ആളാണ് എൻ്റെ അമ്മ എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇംപ്രിന്റിങ് എന്ന് പറയുന്നത്. ഡക്ലിംഗ് ഓർ ചിക്സ് ഫോളോയിങ് ദ ഫസ്റ്റ് മൂവിങ് ഒബ്ജക്ട് ദേ സീ ആഫ്റ്റർ ഹാച്ചിങ്. അതായത് ഇവർ മുട്ടേന്ന് പൊട്ടി വരുമ്പോൾ ഏതാണോ ഫസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ് അവരെയാണ് അവർ സ്വന്തം ആയിട്ട് കാണുന്നത്. മനസ്സിലായോ? അതാണ് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ് ഓർ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവലോവിയൻ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബേസിക് ഫോം ഓഫ് ലേണിംഗ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റഷ്യൻ ഫിസിയോളജിസ്റ്റ് ഇവാൻ പാവലോവ്. അപ്പോൾ ഇവാൻ പാവലോവിൻ്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാവലോവിയൻ കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. എ നാച്ചുറൽ റിഫ്ലെക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ന്യൂ ഓർ ന്യൂട്രൽ സ്റ്റിമുലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് ഈ ഒരു പാവലോവിൻ്റെ ആണ് പട്ടിയിൽ നടത്തിയ എക്സ്പെരിമെന്റ്. അതായത് പട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണ നോർമലി ഫുഡ് കാണിക്കുമ്പോൾ നോർമലി അവർ ഫുഡ് കാണിക്കുമ്പോൾ ഒരു സലൈവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പാവലോവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫുഡിനെ ബെല്ലിൻ്റെ സൗണ്ടായിട്ട് പെയർ ചെയ്തിപ്പിച്ചു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് എപ്പോഴും ഫുഡ് കൊടുക്കണേക്ക് തൊട്ട് മുന്നേ ബെല്ലടിക്കും. അപ്പോൾ ബെല്ലടിച്ച ഉടനെ തന്നെ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ പട്ടിക്ക് വെറും ഫുഡില്ലെങ്കിൽ പോലും വെറും ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ തുപ്പൽ സലൈവേറ്റഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് അത് ആ ഒരു കണ്ടീഷനിങ് നമ്മൾ ചെയ്ത് കൊടുത്തുന്ന ഒരു അതാണ് കണ്ടീഷനിങ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡും ബെല്ലും കൂടി കൊടുക്കുന്ന അത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. പിന്നെ നമ്മൾ ഈ ബെല്ല് മാത്രം കണ്ടിട്ട് സലൈവേറ്റ് ചെയ്യുന്നത് അത് കണ്ടീഷൻഡ് റിഫ്ലെക്സ് ആണ്. അപ്പോൾ നോക്കിയാൽ റഷ്യൻ സൈക്കോളജിസ്റ്റ് ഇവാൻ പാവലോവ് ഡിഡ് എക്സ്പെരിമെന്റ്സ് മെയിൻലി വിത്ത് ഡോഗ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഡോഗ് ആയിരുന്നു. ഹി നോട്ടീസ് വെൻ ഫുഡ് വാസ് ഗിവൺ ദ ഡോഗ് നാച്ചുറലി പ്രൊഡ്യൂസ് സലേവ, അതായത് മൗത്ത് വാട്ടറിങ്. ഈ പറയുന്ന സാധാരണ ഫുഡ് കൊടുക്കുമ്പോൾ ഡോഗ്സ് സലേവ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഹി ട്രൈ ടു കണക്ട് ദിസ് നാച്ചുറൽ റെസ്പോൺസ് വിത്ത് അനദർ സ്റ്റിമുലേ. അതായത് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന നാച്ചുറൽ റെസ്പോൺസിനെ ഒരു സ്റ്റിമുലസ് ആയിട്ട് എന്ത് ചെയ്തു, പെയർ ചെയ്യിപ്പിച്ചു, അത് കണക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി ഇതായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുഡാണ്. പട്ടിക്ക് സ്റ്റിമുലസ് കൊടുക്കാന്ന് വെച്ചാൽ പട്ടിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പട്ടിയുടെ റെസ്പോൺസ് ആണ് സലൈവേറ്റ് ചെയ്യുന്നത്. ആ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ടുള്ള
സ്റ്റിമുലസ് എന്താണ്? ഫുഡായിരിക്കും. ഫുഡ് എന്ന് വെച്ചാൽ മീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നാച്ചുറലി പ്രൊഡ്യൂസിങ് എ റെസ്പോണ്ട് വിത്തൗട്ട് ലേണിംഗ് ഇൻ എക്സ്പെരിമെന്റ് ഫുഡാണ്. ആ ഒരു ഫുഡ് എന്ന് പറയുന്നതാണ് എന്ത്? അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് ഈ പറയുന്ന സലൈവേറ്റ് ചെയ്യുന്നത്, അതായത് ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നത്, അതാണ് എന്ത്? അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫുഡും. അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് എന്ത്? സലൈവേറ്റ് ചെയ്യുന്നത്. ഇനി ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലിന്റെ സൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ വെറുതെ ആദ്യമൊക്കെ ബെല്ലടിക്കുമ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുമല്ലോ, അതിനെയാണ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി കണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിങ്ങനെ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അപ്പോൾ ഈ എന്താണ് പട്ടി സലൈവേറ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ആ ഒരു ബെല്ലിന്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതി. ഫുഡ് ഇല്ലെങ്കിൽ പോലും ബെല്ലിന്റെ സൗണ്ട് മാത്രം കേൾക്കുമ്പോൾ തന്നെ എന്താണ്? പട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്, അവരെ കണ്ടീഷണലി ചെയ്യിപ്പിച്ചിട്ടാണ്. അതാണ് ആ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ലിന്റെ സൗണ്ട് മാത്രമാണ് കണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് വെച്ചാൽ ആ ബെല്ലിന്റെ സൗണ്ട് മാത്രം കേൾക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷനിങ് ചെയ്യണേക്ക് മുന്നേ എന്ന് പറയുന്നത് ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യും. അന്നേരം ബെല്ല് എന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കാത്ത പോലെ, ഒരു ബെല്ലിന്റെ സൗണ്ട് കേട്ടാൽ പോലും അവരൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ബെല്ല് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസ് ഒന്നും കാണിക്കില്ല. അതൊക്കെ കണ്ടീഷനിങ് മുന്നുള്ള സമയമാണ്. ഇനി കണ്ടീഷന്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബെല്ല് കൊടുക്കുന്നു, കൂടെ ഫുഡും. ബെല്ലടിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ കൂടെ ഫുഡ് ഉണ്ടാകും, എന്നാലാണ് സലൈവേറ്റ് ചെയ്യുന്നത്. അത് കണ്ടീഷനിങ് സമയത്തുള്ളതാണ്. ഇനി കണ്ടീഷനിങ് കഴിയുമ്പോൾ എന്താണ്? ഫുഡൊന്നും വേണ്ട, വെറും ബെല്ലടിച്ചാൽ മതി, അപ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.